ഒന്നര പതിറ്റാണ്ട് കാലമായി മണ്ഡലത്തിന്റെ ലോക്സഭാ പ്രതിനിധിയായി ജനങ്ങൾ നിശ്ചയിച്ച കോൺഗ്രസിന്റെ ആന്റോ ആന്റണി, കൊടുങ്കോട്ട് തകർക്കാൻ CPM നിയോഗിച്ച തോമസ് ഐസക്, സ്ഥാനാർത്ഥിത്വം തന്നെ രാഷ്ട്രീയ സന്ദേശമായ BJPയുടെ അനിൽ ആന്റണി. പത്തനംതിട്ടയിൽ ഇത് മല്ലയുദ്ധമാണ്. എതിരാളിയെ മല്ലടിച്ചു വീഴ്ത്തുന്നവൻ വാഴ്ത്തപ്പെടും. അവൻ ഇന്ദ്രപ്രസ്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ലാണ് മണ്ഡലം രൂപീകരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. 2009 ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അന്ന് CPMന്റെ അനന്തഗോപനെ തോൽപ്പിച്ച് ആന്റോ ആന്റണി പാർലമെന്റിലെത്തി. 2014 ഫിലിപ്പോസ് തോമസും 2019 വീണ ജോർജും ആന്റോയുടെ എതിരിട്ട് വീണു. ജനങ്ങളുടെ വിഷയങ്ങളിലെല്ലാം ജനങ്ങളുടെ പക്ഷത്ത് നിന്നു ആ വിഷയങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിച്ചു. പാർലമെൻറ്റിൽ 1651 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. 371 ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 61 ഡിബേറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 4 പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാർലമെൻ്ററി പ്രവർത്തനമാണെങ്കിലും നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണെങ്കിലും വികസന പ്രവർത്തനമാണെങ്കിലും ഇവിടുത്തെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ജനങ്ങളുടെ ഒപ്പം നിന്നു. ആ ജനങ്ങൾ തിരിച്ചു നൽകുന്ന സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ബലം. മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയാണ് ആന്റോയ്ക്ക് 3 വട്ടവും തുണയായത്. 4ാമതൊന്നുകൂടി ഗോദയിലേക്ക് ഇറങ്ങുമ്പോൾ മുമ്പത്തേതുപോലെയല്ല രാഷ്ട്രീയ സമവാക്യങ്ങൾ. കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം വ്യക്തമായിരുന്നു. ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്താണ്. അതിൽ 3ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മണ്ഡലങ്ങൾ. ആറന്മുളയും റാന്നിയും അടുത്ത കാലത്ത് CPM പിടിച്ചെടുത്ത മണ്ഡലങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം LDFന് പുത്തൻ ഉണർവ് നൽകിയിട്ടുണ്ട്. ഈ വിമോചന സമരത്തിന് ശേഷം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തെ സ്വാധീനം ഇടിഞ്ഞു, പിന്നെ അവിടെ തന്നെ കിടന്നു. എന്നാൽ സമീപകാലത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികൾക്കിടയിലും കൂടുതൽ പ്രകടനം മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇടതുപക്ഷധാര എന്ന് പറയുന്ന ഇവിടുത്തെ വിമോചന ദൈവശാസ്ത്രമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഊർജ്ജമൊക്കെ വളരെ കുറഞ്ഞുപോയി. പക്ഷേ ഇന്നത്തെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും എല്ലാമായിട്ട് ഇടതുപക്ഷത്തിന് വേറെ ഇടനിലയൊന്നും വേണ്ട, നേരിട്ട് എപ്പോൾ വേണമെങ്കിൽ സംസാരിക്കുക എന്നുള്ളൊരവസ്ഥ വന്നിട്ടുണ്ട്. അവരത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ തൃപ്തരും ആണ് താനും. അപ്പോൾ ഇങ്ങനൊരു മാറ്റം കേരള രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട്. അത് ഇനിയും ശക്തിപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മണ്ഡലത്തിന്റെ വികസനം തന്നെയാണ് പ്രധാന പ്രചാരണ വിഷയം. കഴിഞ്ഞ 15 വർഷം കൊണ്ട് ചെയ്തു തീർത്ത പദ്ധതികളാണ് ആന്റോ ആന്റണിയുടെ ആത്മവിശ്വാസം. എന്നാൽ ഇതിന്റെ തന്നെ പരിമിതികളും പുതിയ സാധ്യതകളുമാണ് തോമസ് ഐസക്കിന്റെ വാൾത്തലപ്പ്. കിഫ്ബി നവീകരണമടക്കം സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച പദ്ധതികളുടെ ആസൂത്രകനാണ് തോമസ് ഐസക്. ഐസക് ധനമന്ത്രിയായിരിക്കെ മുന്നോട്ട് വെച്ച വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന് സമാന്തരമായ വികസന സങ്കല്പമാണ് പത്തനംതിട്ടയ്ക്ക് വേണ്ടിയും ഒരുക്കുന്നത്. എന്നാൽ സംസ്ഥാനം നേരിടുന്ന കടുത്ത ധനപ്രതിസന്ധിയുടെ പ്രധാന ഉത്തരവാദി തോമസ് ഐസക്കാണെന്ന പ്രതിപക്ഷ വിമർശനം ഇടതുപക്ഷത്തിന് വെല്ലുവിളിയെ ഉയർത്തും.
കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയാക്കി രൂപാന്തരപ്പെടുത്തണം എന്നുള്ളതാണ് കേരള സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദ്യത്തെ വിജ്ഞാന സമ്പദ്ഘടന പത്തനംതിട്ട ആവട്ടെ, അപ്പോൾ അതാണ് വിജ്ഞാന പത്തനംതിട്ട എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്തനംതിട്ട കോളേജുകളിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തും. അതിനൊരു പരിപാടിയുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് പഠിച്ചു പുറത്ത് കോളേജുകളിലൊക്കെ പഠിപ്പിക്കുകയും ഗവേഷണമൊക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തുകയാണ് അതിൻ്റെ മാർഗം. ഇവിടെ പഠിച്ചാൽ ജോലിയും കിട്ടും. എങ്ങനെ, എന്താണ് ജോലി എന്ന് സാധ്യതയെന്ന് മനസ്സിലാക്കി അതിൻ്റെ സ്കിൽ ട്രെയിനിങ്ങാണ് കൊടുക്കുക. അല്ലാതെ എന്തെങ്കിലും പഠിച്ച് കുറച്ച് സ്കില്ലും ഉണ്ടാക്കി ജോലി അന്വേഷിച്ച് നടക്കലല്ല. അപ്പോൾ വളരെ നൈപുണ്യശേഷിയുള്ളൊരു തൊഴിൽ സേന ഇവിടെ നമ്മൾ ഉണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇവിടെ ആർക്ക് തൊഴിൽ വേണം തൊഴിൽ കൊടുക്കും. ഇപ്പം തന്നെ 10,000 തൊഴിലവസരങ്ങൾ ലിസ്റ്റായിട്ട് അച്ചടിച്ച് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് എല്ലാ വീട്ടിലും എത്തിച്ചിട്ടുണ്ട്. തന്റെ കാലത്ത് മണ്ഡലത്തിലുണ്ടായ വളർച്ചയെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ആന്റോ ആന്റണിയുടെ മറുപടി. അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ചയാണ് മണ്ഡലത്തിന്റെ വികസനത്തിന്റെ അടുത്ത ഘട്ടം. അതിന്റെ കേന്ദ്രത്തിൽ എരുമേലിയിലെ നിർദ്ദിഷ്ട വിമാനത്താവളവും. പത്തനംതിട്ട ജില്ല എല്ലാ അർത്ഥത്തിലുള്ള കണക്ടിവിറ്റി ഉള്ള ഒരു ജില്ലയാക്കി മാറ്റണം. നമ്മുടെ ഇവിടെ പുതിയ സംരംഭങ്ങൾ വരാത്തതും പുതിയ തലമുറയ്ക്ക് ഇവിടെ കാലുറപ്പിച്ച് ഒരു സംരംഭം തുടങ്ങാൻ കഴിയാത്തതും ഇവിടെ ഒരു കണക്ടിവിറ്റിയുടെ അഭാവമാണ്. ഒന്ന്, എയർ കണക്ടിവിറ്റി. ഇപ്പോൾ എരുമേലി എയർപോർട്ടിന് വേണ്ടിയുള്ള വലിയ ജാഗ്രതയായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ആറന്മുള എയർപോർട്ടിനുള്ള എല്ലാ അനുമതിയും വാങ്ങിയതാണ്, എല്ലാ അനുമതിയും കിട്ടിയതാണ്. ആറന്മുള എയർപോർട്ടിന് എല്ലാ അനുമതിയും കിട്ടുമ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിന് ഒരനുമതിയില്ലായിരുന്നു. അവിടെ ആ നാട്ടുകാർ ഒരുമിച്ച് നിന്ന് അത് സക്സസ്ഫുള്ളാക്കി. ഇവിടെ BJP CPM ചേർന്ന് രാഷ്ട്രീയം കളിച്ച് അത് തകർത്തു. പക്ഷേ ഇപ്പോൾ എരുമേലി വിമാനത്താവളത്തിൻ്റെ പ്രപ്പോസൽ വന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ എല്ലാ കേന്ദ്ര അനുമതികളും ലഭിക്കാൻ അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ എയർപോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മളുടെ ഈ സെൻട്രൽ ട്രാവൻകൂറിൻ്റെ എല്ലാ പരിമിതികൾക്കും ഒരു പരിഹാരമാകും എന്ന് കണക്കാക്കുകയാണ്. അതോടൊപ്പം അങ്ങനെ ഒരു കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് IT സ്റ്റേഷൻസ് ഇവിടെ ഉണ്ടാവും, IT ഹബ്ബുകളുണ്ടാവും, മറ്റു തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളുണ്ടാകും. നമ്മുടെ പുതിയ തലമുറയ്ക്ക് നാട്ടിൽ നിൽക്കാനുള്ള അവസരങ്ങളുണ്ടാകും. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗങ്ങളെ ആക്രമിക്കുന്നു എന്നതാകും മണ്ഡലത്തിൽ ചർച്ചയാകുന്ന ദേശീയ വിഷയം. ഉത്തരേന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ നടന്ന കടന്നുകയറ്റങ്ങൾ പ്രചാരണ വിഷയമാണ്. ഹിന്ദുത്വക്കെതിരായ ഉത്തരം തങ്ങളാണെന്ന് ഇരുമുന്നണികളും അവകാശവാദം ഉന്നയിക്കും. ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ കടന്നു കയറുവാനുള്ള BJPയുടെ നീക്കമാണ് A ക്ലാസ് മണ്ഡലത്തിലെ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം. കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും വലിയ ഇടപെടലാണ് NDA നടത്തുന്നത്. PC ജോർജിന്റെ സാന്നിധ്യവും ഗുണം ചെയ്യുമെന്ന കണക്കൂട്ടലിലാണ് സംഘപരിവാർ പാളയം. 2009 മുതൽ BJP വോട്ട് നില വർദ്ധിപ്പിക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. 2014 MT രമേശ് സമാഹരിച്ച 16% വോട്ട് 2019 K സുരേന്ദ്രൻ 29% ഉയർത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJPക്ക് വോട്ട് വിഹിതത്തിൽ വലിയ വർധനമുണ്ടായ മണ്ഡലമാണ് പത്തനംതിട്ട. ഇവിടുത്തെ പ്രവർത്തകരെല്ലാം വലിയ ഉന്മേഷത്തിലാണ്. ഇവിടെ നല്ലൊരു അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. ഒരു 2 ആഴ്ചയിലധികമായിട്ട് ഈ മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. എല്ലാ നിയോജന മണ്ഡലത്തിലും പോയി. ഇവിടെ എല്ലാം പോയപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം ഒരുപാട് മാറ്റം ആഗ്രഹിക്കുന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. 15 വർഷത്തോളം ഇവിടെ ഒരു MP ഉണ്ട്. പക്ഷേ അതിലാദ്യത്തെ 5 വർഷം UPA സർക്കാരുണ്ടായിരുന്ന സമയത്താണ്. അതുപോലെ എനിക്കെതിരെ നിൽക്കുന്ന മറ്റ് സ്ഥാനാർത്ഥിയും നിരവധി പ്രാവശ്യം MLA മന്ത്രിയുമൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാവരും പറയുന്നത് 15 വർഷം ഒരാൾ ഇവിടെ MP ആയിട്ടും ഇവിടെ അടിസ്ഥാന വികസനം പോലും ഉണ്ടായിട്ടില്ലെന്നാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വോട്ട് ചോർച്ചയുണ്ടായത് CPM-നാണ്. അന്ന് വോട്ട് വിഹിതത്തിൽ നേട്ടമുണ്ടാക്കിയത് BJPയും. കോൺഗ്രസിനാകട്ടെ കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വിഹിതം ഏറെക്കുറെ തുല്യമാണ്.
ലോക്സഭയിൽ നഷ്ടപ്പെട്ട വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തിരിച്ചുപിടിച്ചിരുന്നു. എന്നാൽ പൂഞ്ഞാർ പള്ളിയിലെ വിദ്യാർത്ഥികളുടെ ഫോട്ടോഷോട്ട് വിവാദം ഇത്തവണ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകും. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എരിവ് പകർന്ന വിവാദത്തിന്റെ ഗുണഭോക്താക്കൾ ആരാകുമെന്നത് പത്തനംതിട്ടയുടെ ഫലം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. കാർഷിക മണ്ഡലമാണ് പത്തനംതിട്ട. റബ്ബറിന്റെ വിലയിടിവും വന്യജീവി ആക്രമണവുമൊക്കെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ ജീവൽ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാതെ മൂന്ന് മുന്നണികൾക്കും ജനങ്ങളെ അഭിമുഖീകരിക്കാനാവില്ല. പ്രചരണത്തിന്റെ ആദ്യഘട്ടം കഴിയുമ്പോഴേക്കും ഇവിടെ പോരൊരുങ്ങുന്നതേയുള്ളൂ. ഗോദയിൽ വീഴുന്നതാര് വാഴുന്നതാര് കണ്ടറിയുക തന്നെ ചെയ്യണം.